വീണ്ടും ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പം മക്കൾക്ക് വിൻ്റർ ജാക്കറ്റ് നോക്കണമെന്നുണ്ടേനു. അപ്പം അതിനാണ് ഇപ്പോൾ കാര്യമായിട്ട് പോകുന്നത്. അത് മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ കാര്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പം അങ്ങനത്തെ കുട്ടി കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മഗ്‌രിബിൻ്റെ ശേഷമാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇന്ന് ലീവൊന്നുമല്ല, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുന്നത്. മാക്സിൻ്റെ വെയർഹൗസിൽ നടക്കുന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ഡ്രസ്സല്ലേ ഇത്? കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടാൻഡ് ഉണ്ട്, അതിലേക്ക് ഒരു ടോപ്പ് വേണം. പലാസോ ഇല്ലേ, അതിലേക്ക് ഒരു ടോപ്പ് ഇട്ടില്ല. അതല്ല കട്ടിയുണ്ട് കേട്ടോ. ഓക്കെ, ആ പിങ്ക് നല്ല രസമുണ്ട്, ബേബി പിങ്ക്. നോക്കണോ? ഇതൊക്കെയാ ജാക്കറ്റൊക്കെ. ജാക്കറ്റ് വാങ്ങി കൊടുത്താൽ ഇനി എന്തായാലും ആവശ്യം ഉണ്ടാവല്ലോ. ഹലോ, നല്ല ഷൂ ഒക്കെ ഉണ്ടാവും. എനിക്ക് ഇമ്മനെയും പപ്പനെയും വേണം അല്ലേ? എനിക്ക് ആരാ കൂടുതൽ ഇഷ്ടോ? ജമനെ, എനിക്ക് ആരോടെ ഏറ്റവും ഇഷ്ടമുള്ളത്? പപ്പന് മാത്രം, പക്കനും ചേച്ചിനും മുച്ചിക്കില്ല. ആഫമുണ്ട്. Thank you. ഇതെന്തിനു ഐസ്ഡ് ലാറ്റെ അല്ലേ? ഓ നോ ഷുഗർ. ഷുഗർ ഇട്ടിട്ടില്ല ഒരു. ഞാൻ പോയിട്ട് ഷുഗർ നല്ല കാറ്റുള്ള പൗഡർ അല്ല, ഷുഗർ. ഇത് ഭയങ്കര തിന്നായതുകൊണ്ട് അത് വേഗം അതിലിട്ട മെൽട്ടാവും തോന്നുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടന്നില്ല കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് ഒരു ടീഷർട്ട് മാത്രം എടുത്തിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹാഫമൊക്കെ വാങ്ങി. അതിലാണെങ്കിൽ ഷുഗർ ഇട്ടിട്ടില്ലേനു. അങ്ങനെ വീണ്ടും പോയി ഷുഗറൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ മക്കൾക്ക് കുറച്ച് നഗറ്റ്സും ഫ്രൈയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. സംഭവം ഇന്നലെയും അതെ ഇന്നും അതെ. മാക്സിൽ കാര്യമായിട്ട് പോയത്
വിൻ്റർ ജാക്കറ്റ് നോക്കാനേനു. പക്ഷെ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷെ ചിലതൊക്കെ ലെങ്ത്ത് ഉണ്ട്, ലെങ്ത്ത് ഇല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഐറ്റംസ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു ടീഷർട്ട് എടുത്തിട്ട് അവിടുന്ന് വെള്ളം ഇറങ്ങി. ഇനി വേറെ സ്ഥലത്ത് നോക്കണം, കാരണം ഇപ്പം തണുപ്പ് ഏകദേശം തുടങ്ങിക്കണം. അപ്പം വിൻ്റർ ജാക്കറ്റ് എന്തായാലും നിർബന്ധമാണ്. പിന്നെ നമ്മൾ നേരെ നല്ല വിശപ്പായി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ നേരത്തെ ലഞ്ച് കഴിക്കുന്നതല്ലേ. ഒരു 2:30 ഒക്കെ ആയപ്പോൾ തന്നെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞും ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് മദീനയിൽ പോകണം. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അത്യാവശ്യം കറിവേപ്പിലൊക്കെ തീർന്നിക്കണം. അപ്പം അതും കുറച്ച് ഫ്രൈസും അങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യാനുണ്ട്. മക്കളെ എന്താ പറയുക ഹെയർ ക്രീം, മോയ്സ്ചറൈസർ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് ക്ലൈമറ്റ് മാറുന്നതിൽ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മദീനയിലേക്കാട്ടോ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാനും ഹസിയും ഇറങ്ങിയിട്ടോ, കാരണം നമുക്ക് രണ്ടാൾക്കും ഒന്ന് വാഷ്റൂമിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴെ എത്തിയപ്പോഴേക്കും ഓരോ വന്നിട്ടുണ്ടായിരുന്നു. ലിബാം ഓൾറെഡി അവിടെ ഉണ്ട്, ഇനി ലിബാം വേണ്ട. ബ്രഷ് ചേഞ്ച് ചെയ്യാൻ അയക്കുന്നു കേട്ടോ മക്കളത്, 3 മാസമായി. ഇതുണ്ട് ഓഫർ. ഇത് ആട്ടിക്ക പാരച്യൂട്ട് ഏതാല്ലേ? കോക്കനട്ടിൻ്റെ എടുത്തോളൂ. ലോഷൻ ഇതാണ് പുറത്തോക്കല്ലേ, ട്രൈ ചെയ്തൊക്കെ എങ്ങനെ ഉണ്ട്. അങ്ങനെ ഇന്ന് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ ഒരു ഷവർമ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഷവർമ ഒക്കെ പാഴ്സൽ ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.